ഹലോ ഗായ്സ്, വെൽക്കം ടു മിഥുനം കപ്പിൾസ് യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഗ്രോസറി ഷോപ്പിംഗ് ആണ്. പോയാലോ? എന്നാൽ നമ്മൾ നേരെ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലാണ്. രാത്രി പോകുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അല്ലേ? എല്ലാ കളേഴ്സും ലൈറ്റ്സും എല്ലാം കണ്ടിരിക്കാൻ. ഇത് ക്രിസ്മസ് കഴിഞ്ഞതിന്റെ ലൈറ്റ്സ് എല്ലാം ഇനി റിമൂവ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്ലസന്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ബിസ്മി കണക്ട്. അതിന്റെ ലൈറ്റ്സ് ഒന്നും എപ്പോഴും ഉണ്ടാവും അതിൽ ലൈറ്റ്സ്. അതേപോലെ വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾ പോകുന്നത് നേരെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. പിന്നെ ഈ വീക്കിലുള്ള നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ മേടിക്കണം. അപ്പൊ നമ്മൾ സൺഡേ പോയില്ല. അപ്പൊ നമ്മൾ ഇന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. റോഡൊന്ന് ക്രോസ് ചെയ്ത് കിട്ടിയാലേ നമുക്ക് എൻട്രി വഴി കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിതാ പോയി എത്തിയിരിക്കുന്നു ഗൈസ്. എത്തിക്കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. കാര്യം മന്ത്ലി പർച്ചേസ് ഉണ്ടാവുമല്ലോ എല്ലാ വീട്ടിലും. അതുപോലെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് ഫുൾ ഭംഗിയാണല്ലേ അതൊക്കെ കാണാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും വണ്ടികൾ നമ്മുടെ ഫുൾ NH ആയതുകൊണ്ട് കണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാർ അങ്ങനെ ഉള്ളിൽ കയറി ഗൈസ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പാർക്ക് ചെയ്യാൻ നമ്മുടെ സ്ലോട്ട് കിട്ടാൻ തന്നെ ഭയങ്കരമാണ്. എവിടെയാണ് കാർ പാർക്ക് ചെയ്യണമെന്ന് തന്നെ കുറച്ച് നേരം നിൽക്കണം. അങ്ങനെ നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് എൻട്രൻസിലൂടെ കയറണം. പിന്നെ എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. കാര്യം നേന്ത്രപ്പഴവും ബനാന അങ്ങനെയൊക്കെ കുറെ ഓഫേഴ്സൊക്കെ ഇട്ടുണ്ടായിരുന്നു. നോർമൽ ബനാനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓണിയൻ സാലഡ് കുക്കുമ്പറൊക്കെ നമ്മളിതാ ട്രോളിയെല്ലാം എടുത്ത് നമ്മളിതാ പർച്ചേസിന് പോയി. ഇവിടെ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ ഗൈസ്. അതൊരു പ്ലസ് ആണ്. ബിസ്ക്കറ്റ്സിനൊക്കെ 50% ഓഫേഴ്സാണ്. അപ്പൊ നമുക്ക് വരുന്നവർക്ക് അറിയാം, ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ നവ്യ ബേക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ബിസ്മിയിൽ വരുന്നവർക്ക് ചാവടിക്കണമെങ്കിൽ അങ്ങനെയും ചാവടിക്കാം കേട്ടോ. അപ്പൊ നമ്മളിതാ കാര്യം നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതിലൊന്നുമില്ല. നമ്മൾ അപ്പുറത്തെ റോസൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. ജസ്റ്റ് അപ്പൊ എന്താന്നൊക്കെ എല്ലാത്തിനും 50% ഓഫ്സ് ഉണ്ട് കേട്ടോ. കെലോഗ്സ് ചോക്സും ഓട്സ്, പിന്നെ നമ്മുടെ അവിടെ ചമ്മന്തിപ്പൊടി ഒന്ന് പ്രത്യേകിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാ വക ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. ഇതാട്ടോ കേട്ടോ ചമ്മന്തിപ്പൊടി, ചായപ്പൊടി എല്ലാം ഉണ്ട്. നോർമലി എന്തൊക്കെ ഉണ്ടാവും ഒരു ഹൈപ്പർ മാർക്കറ്റിൽ അതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിനൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത സെക്ഷൻ എന്തായാലും സർഫേസ് ക്ലീനർ, ഫ്ലോർ ക്ലീനറിന്റെ സെക്ഷനാണ് കേട്ടോ. അതെല്ലാം 50% ഓഫാണ്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും 50% ഓഫ്. അതിന്റെ അവിടെ സൈഡിൽ ബാഗ്സ് ഉണ്ട്, ട്രോളീസ് ഉണ്ട്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സോഫ്റ്റ് ടയർസ്, കാറ്, അതൊക്കെ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എല്ലാം തിരിഞ്ഞ് ഈ കുഷൻ പില്ലോസും അപ്പുറത്ത് പേസ്റ്റ് സോപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനൊക്കെ അതൊക്കെ ജസ്റ്റ് നിങ്ങളെ നോക്കിയപ്പോ ട്രോളിയിലൊക്കെ എന്തൊക്കെയോ ഓഫേഴ്സ് ഒക്കെ നോക്കി വരുമ്പോൾ എന്റെ കൂടെ വന്നിരുന്ന ആളെ കണ്ടില്ലല്ലോ വിചാരിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്താടാ അവിടെ ബോൾസ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പൊ ചോദിച്ചു എത്ര വലുതായാലും നമ്മളുടെ ചെറുപ്പത്തിലുള്ള അതൊന്നും പെട്ടെന്ന് നമുക്കത് മറക്കാൻ പറ്റില്ലല്ലോ. ആൾക്ക് നല്ല ഫുട്ബോൾസ് പ്ലെയർ ആയതുകൊണ്ട് നമ്മളതെല്ലാം കണ്ടു നോക്കിയിരിക്കുകയായിരുന്നു. കുറെ ബോൾസ് ഒക്കെ കണ്ടപ്പോൾ ചില കോസ്റ്റുകളൊക്കെ കാണിക്കുകയായിരുന്നു ഗൈസ്. ഇതെല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പൊ കുറച്ച് ബോൾസിന്റെ സെക്ഷനിൽ വെറുതെ നിന്ന് നമ്മൾ ടൈം പാസ് ആക്കിയിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു വന്ന് നോക്കിയപ്പോൾ അവിടെ കുറേ ചെപ്പൽസിന്റെയും സ്ലിപ്പേഴ്സിന്റെയും സാൻഡൽസിന്റെയും ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. 299 ആയിരുന്നു കേട്ടോ ഗൈസ്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോണ്ട് ഗോൾഡ് റെപ്ലിക്ക ജ്വൽസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അതെല്ലാം നോക്കി നമ്മൾ സോപ്പിന്റെയും ഇതിന്റെയൊക്കെ സെക്ഷനിലൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എല്ലാം എടുത്ത് വാരിയിട്ട് ഗൈസ്. എടുത്ത് വാരിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ എന്റെ ഓഫറാണ്. പിന്നെ ചായപ്പൊടി, അരിപ്പൊടി അതിന്റെയൊക്കെ ഓഫേഴ്സാണ്. അതിലെത്തിക്കഴിഞ്ഞ് പെർഫ്യൂംസിന്റെ അവിടെയാണ്. പെർഫ്യൂംസിന്റെ അവിടെ എല്ലാ പ്രാവശ്യവും 50% ഓഫ് ഉണ്ടാവും. പിന്നെ കുട്ടികളുടെ ഡയപ്പേഴ്സ് ആവട്ടെ, എല്ലാവരുടെ ഡയപ്പേഴ്സ് ആയിക്കോട്ടെ, ദാറ്റ് ഓൾ ബിക്കംസ് 50% ഓഫാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴാണ് ടീഷർട്ട് ഫ്രം 92 ഓൺവേർഡ്സ് എന്ന് കണ്ടത് കേട്ടോ. അപ്പൊ ചേട്ടൻ നമുക്ക് നോക്കാന്ന് വെച്ചപ്പോൾ ഞങ്ങൾ കണ്ടതിൽ ഒന്നും 92 ഇല്ല. ഇനിയിപ്പോൾ അതിന്റെ താഴെ വല്ലതും ഉണ്ടോ എന്ന് അറിയില്ല. നമ്മൾ നോക്കിയാൽ എല്ലാം 399, 499, 199 ആണ്. അതെല്ലാം കണ്ട ശേഷം പിന്നെയും അവിടെ ഫ്ലോർ ക്ലീനേഴ്സിന് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിളക്ക് വെക്കുന്നതിന് വേണ്ടി ചന്ദനത്തിരി അതൊക്കെ നോക്കിയായിരുന്നു ഗൈസ്. അതെല്ലാം സോപ്പൊടിയെല്ലാം മേടിച്ചു കഴിഞ്ഞ് ഇതാണ് എനിക്ക് വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന സെക്ഷനാണ്. ബെഡ്ഷീറ്റിന്റെ സെക്ഷനാണ്. ബെഡ്ഷീറ്റ്സ്, കുഷൻസ്, പില്ലോസ് അങ്ങനെ എല്ലാം കണ്ടു. പിന്നെ നമ്മളിതാ നേരെ വളഞ്ഞൊടിച്ച് നമ്മളിതാ അവിടെ സ്റ്റേഷനറി ഐറ്റംസിന് അവിടെ പോയി. അപ്പൊ ആ സ്റ്റാർ കാണുമ്പോൾ എന്തോ രസം തോന്നി. ബോക്സും ഇതൊക്കെ കണ്ട്. അപ്പൊ ഇതൊരു LED ബോക്സ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അവിടെ ആ പെന്നും കൊണ്ട് എഴുതിയിട്ട് അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഡെലീറ്റ് ബട്ടൺ. അതങ്ങോട്ട് പ്രസ് ചെയ്താൽ ഡെലീറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു കൗതുകം കാണണോ ഗൈസ്. കൗതുകം കണ്ട് പേരെല്ലാം എഴുതി ഡെലീറ്റ് ചെയ്യാം. അങ്ങനെ കുറേ നേരം കളിച്ചിട്ട് ഗൈസ് അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിനെന്തോ റേറ്റ്സ് ഉണ്ടായിരുന്നു. 99 എന്തായിരുന്നു അതിന് റേറ്റ്സ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറേ സ്റ്റേഷനറി. പണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ എക്സിബിഷന് പോകുമ്പോഴും എല്ലാത്തിനും ഉണ്ടായിരുന്നു.
പിന്നെ കുറേ പ്ലാസ്റ്റിക് ഐറ്റംസിന് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അല്ല, ഒരു പ്ലാസ്റ്റിക് പത്രം ഞാൻ പൊക്കി, അതായത് നമ്മൾ മേടിച്ചു ആ പ്ലാസ്റ്റിക് പത്രം. നമ്മൾ ടിഫിൻ ബോക്സ് ആണ്, നോർമൽ ടിഫിൻ ബോക്സ്, ജോയിന്റ് ടിഫിൻ ബോക്സ് 50% ഓഫ്, 99 എത്രയോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളതൊന്നും എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസ മിക്സ് അങ്ങനത്തെ സാധനങ്ങൾ എല്ലാത്തിനും കൂടുതൽ നിങ്ങൾക്ക് ബിസ്മിയിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം 50% ഓഫ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായാലും റിഡക്ഷൻ ഉണ്ടാവും. അപ്പം നോൺ സ്റ്റിക്ക് ഐറ്റംസ് അതൊക്കെ നോക്കിക്കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിനില്ലാത്ത സാധനങ്ങളും ഒക്കെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോകണമെന്ന് തന്നെ നമ്മൾ അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കാനാണല്ലോ, എന്തെങ്കിലും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ മേടിക്കാനാണല്ലോ. പക്ഷെ നമ്മൾ പ്രശ്നമൊന്നും മേടിച്ചില്ല, ആവശ്യമുള്ളത് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ ഗൈസ്. അതെല്ലാം മേടിച്ച് നമ്മളിതാ നമ്മുടെ മെയിൻ സെക്ഷനിലോട്ട് എത്തി. നമുക്ക് എന്തൊക്കെയാണോ വേണ്ട, പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത്, റവ അതെല്ലാം എടുത്ത് നമ്മളിതാ റവയെല്ലാം എടുത്തു. റവ മസ്റ്റാണ്. റവ പണ്ട് ഉപ്മാവൊന്നും കഴിക്കണ്ടായിരുന്നില്ല, പക്ഷെ ഉപ്മാവ് ഇപ്പം മസ്റ്റാണ് ഗൈസ്. അന്ന് പുറത്ത് വന്നു കഴിഞ്ഞുള്ള വീഡിയോ കട്ടായിപ്പോയി ഗൈസ്. അത് കഴിഞ്ഞ് പുറത്ത് ബിസ്മിയുടെ ഉള്ളിൽ തന്നെ വൈറ്റ് കഫേ ഉണ്ട്, അതവിടെ ചായയൊക്കെ കിട്ടും. അവിടെ എല്ലാവരും വന്ന് കുടിക്കാതെ നോക്കുന്നുണ്ട്. നേരെ അതാ നമ്മളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. സത്യം പറഞ്ഞാലേ ആ ബില്ലിന്റെ വീഡിയോ ഒക്കെ എടുത്തതാണ് അത്, പക്ഷേ വീഡിയോന്റെ ബട്ടൺ ഓൺ ചെയ്യാൻ മറന്നുപോയി. എന്ത് ചെയ്യാനല്ലേ. അപ്പം നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം വീട്ടിലോട്ട് പോകുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റോട്ടിലൂടെ. അപ്പം നമ്മളിങ്ങനെ പാട്ടും പാടി അങ്ങനെ നല്ല ഉല്ലസിച്ച് പോവാണ് ഗൈസ്. പാട്ടൊക്കെ ഇട്ട് നല്ല സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ട് നമ്മൾ പോകുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പതിയെ നമ്മൾ പോയി വർത്തമാനങ്ങളൊക്കെ സംസാരിച്ചു പറഞ്ഞൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോകുമ്പോൾ ഇടയിൽ ഒരു ലൈറ്റ് കുറച്ചൊരു ബ്ലോക്ക് അവിടെ കിട്ടി, അതാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഗ്രോസറി ഷോപ്പിംഗ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ വീടെത്താറായി, നമ്മൾ വീട്ടിൽ കയറുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലോട്ട് പോണ വഴിയോ വൺ സൈഡ് മാത്രമേ പോകുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കയറി നിർത്തേണ്ടി വരും. അങ്ങനെ നമുക്കൊരു ചെറിയൊരു കാറ് വന്നു, അപ്പോൾ നമ്മളവിടെ നിർത്തേണ്ടി വന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. പിന്നെന്താ, ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം കേട്ടോ. കുറേ ഡിലേ ആവുന്നുണ്ട് എൻ്റെ വീഡിയോസിന്, അത് നമുക്കിന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് വരുന്നതായിരിക്കും ഗായ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും സപ്പോർട്ട് തന്നതിനും എല്ലാത്തിനും നന്ദി. Thank you for watching. Do like, share and subscribe and comment our video. Thank you guys.